ഷിരൂരിൽ ദൗത്യമെന്നും തുടരുകയാണ്. ഇപ്പോഴും തുടരുകയാണ്. ഗംഗാവലി പുഴയിൽ നിന്ന് വീണ്ടും വാഹനത്തിന്റെ ഒരു ലോകഭാഗം കണ്ടെത്തിയെന്നതാണ് പുതിയ വിവരം. ഏത് വാഹനത്തിൻ്റെതാണ് എന്ന കാര്യം വ്യക്തമല്ല. ക്രെയിൻ ഉപയോഗിച്ച് പുഴയിൽ നിന്നുള്ള മരങ്ങൾ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളും അവിടെ പുരോഗമിക്കുന്നു. എന്നാൽ ഗംഗാവലി പുഴയിലെ സീറോ വിസിബിലിറ്റി തിരച്ചിൽ അതീവ ദുഷ്കരമാക്കുന്നുവെന്ന് ഈശ്വർ മാൽപ്പേ പറഞ്ഞു. പ്രതികരണം: കാലം ഞങ്ങൾ 10 കണ്ട് ഇവിടെ തുടങ്ങി. ഈ വെള്ളത്തിൽ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു നിരാശയായി. എന്ന് പറഞ്ഞാൽ ഈ കീഴെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ഫിസിബിലിറ്റി ഇല്ല. വെള്ളമെല്ലാം റെഡായിട്ടുണ്ട്, സ്പീഡില്ല, അതിന് വെള്ളം കറണ്ടില്ല. ആണ്ട് കീഴെ പോയി നോക്കിയാൽ ഒരുപാട് കത്തല 0 വിസിബിലിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് മര തേടാനും ഒരുപാട് ബുദ്ധിമുട്ടായി. ഇപ്പോൾ 3 മര ചിന്ന മര കട്ടി ആളുന്ന മര കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ ഇത് സൈഡ് നിന്ന് കീഴെ പോയാൽ കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ തേടുന്ന സമയത്തിൽ 3 കമ്പി പീസ് കിട്ടി. അത് 3 ബണ്ണിൻ്റെ അത് മേലാക്കി നോക്കി. ഇപ്പം നമ്മ അർജുൻ്റെ വണ്ടിൻ്റെ ഉറവല്ലേ, അതല്ല വേറെ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അവസാനം പിന്നെ അപ്പുറത്ത് സൈഡിൽ ഇപ്പോൾ പറഞ്ഞ അടിഭാഗത്തിൽ പിന്നെ ഒരു വലിയ ഒരു കമ്പി. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചെന്നത്. ഫെലിക്സ്, വളരെ പ്രധാനപ്പെട്ടവരാണ്. വാഹനത്തിന്റെ ഭാഗം കിട്ടി, പക്ഷേ സീറോ വിസിബിലിറ്റിയാണ്, ദുഷ്കരമായ ദൗത്യമാണ്, കലങ്ങിയും വെള്ളവുമാണ്. ഇപ്പോൾ ഈ മരം ഉൾപ്പെടെ കരക്ക് കയറ്റാനുള്ള ശ്രമം ഏതുവരെ എത്തി? എന്താണ് അതിൻ്റെ ഒരു പുരോഗതി? രതീഷ്, ഈ വാഹനത്തിന് ഫ്രെയിം കിട്ടിയെന്ന് പറയുമ്പോഴും അത് ഏത് വാഹനത്തിൻ്റെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം സീറോ വിസിബിലിറ്റിയാണ്. അതുകൊണ്ട് അടങ്ങുന്ന മാൽപ്പയുടെ സംഘം ഈ പറയുന്ന പുഴയിൽ ഇറങ്ങിയ ശേഷം അവിടെ അത് തൊട്ട് മനസ്സിലാക്കിയതാണ്. കാരണം കാഴ്ചയിൽ ഇതെന്താണെന്ന് കണ്ട് മനസ്സിലാക്കുക, അതിൻ്റെ നിറം എന്താണെന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇനി ആ ഫ്രെയിം അവിടെ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഫ്രെയിം പുറത്തേക്ക് എടുക്കണമെങ്കിൽ അതിൽ കയറിട്ട് ക്രെയിൻ ഉപയോഗിച്ച് മാത്രമാണ് അവിടെ നിന്നും അത് പുറത്തേക്ക് എടുക്കുക. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു മഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് ഒരു മഞ്ഞ പോയിന്റ് അവിടെ പ്രത്യേകിച്ചും അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മഞ്ഞ പോയിന്റിലാണ് ഇപ്പോൾ ഈ ഫ്രെയിം കിട്ടിയിട്ടുള്ളത്. അവിടെയാണ് ഇനി ആ ഫ്രെയിം അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം ക്രെയിൻ ഉപയോഗിച്ച് നടത്തുക. പക്ഷേ അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ്. പക്ഷേ അത് ഇന്ന് സാധ്യമാകുമോ എന്ന് ഉറപ്പില്ല. ഒപ്പം തന്നെ മരങ്ങളുണ്ട്. നമുക്കറിയാം, ഈ വാഹനത്തിന് മുകളിൽ ഈ ധാരാളം മരങ്ങൾ പുഴയിലുണ്ട്. അതിനടിയിൽ ചിലപ്പോൾ ആ മരത്തിനടിയിൽ ഏതെങ്കിലും തരത്തിൽ വാഹനം കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മരങ്ങൾ അവിടുന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടേക്ക് ക്രെയിൻ എത്തിച്ചുകൊണ്ട് നേരത്തെ തന്നെ മരങ്ങൾ പുറത്തേക്ക് എടുത്തു. തെങ്ങടക്കമുള്ള മരങ്ങളാണ് പുഴയിലുണ്ടായിരുന്നത്. അതൊക്കെ തന്നെ അവിടെ നിന്നും പുറത്തേക്ക് എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ മറ്റു മരങ്ങളുണ്ട്, ആൽമരം അടക്കമുണ്ട്, അതൊക്കെ പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമവും ഒക്കെ തന്നെ. ശരി, വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അവിടുത്തെ ആ ദൗത്യം. മരവും ഒപ്പം തന്നെ വാഹനത്തിന്റെ ഭാഗവും ഒക്കെ എവിടെയാണെന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമകരമായ ദൗത്യമാണ് തുടരുന്നത്.